ഹായ് ഗായ്സ്. ബിഗ് ബോസിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റന്റും ഏറ്റവും നല്ല ഗെയിമറുമായ ഗബ്രി ഇന്ന് പുറത്തായിരിക്കുകയാണ്. വൈകാരിക പ്രതികരണവുമായി ജാസ്മിൻ രംഗത്ത് വന്നിരിക്കുന്നു. സിനിമ മോഡൽ മേഖലയിൽ നിന്നും ബിഗ് ബോസിലേക്ക് എത്തിയ വ്യക്തിയായിരുന്നു ഗബ്രി. കമലിന്റെ മോസയിലെ കുതിരമീനുകൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരത്തിന്റെ ഏതാനും ചിത്രങ്ങൾ കൂടെ പുറത്തിറങ്ങാനിരിക്കെയാണ് അദ്ദേഹം ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നത്. ഷോയിൽ ജാസ്മിനുമായുള്ള കോംബോ പിടിച്ച ഗബ്രിക്ക് വലിയ വിമർശനങ്ങൾ തന്നെയാണ് നേരിടേണ്ടി വന്നിരുന്നത്. ജാസ്മിൻ ഗബ്രി കോംബോ നിരന്തരം വിമർശനങ്ങൾ വിധേയമായെങ്കിലും വീടിനകത്തും പുറത്തും ചർച്ചാ വിഷയമായി നിൽക്കാൻ ഇരുവർക്കും സാധിച്ചു. ഇപ്പോഴിതാ ഗബ്രി ഷോയിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് പുതിയ പ്രോമോയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ജാസ്മിൻ, ഗബ്രി എന്നിവരിൽ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് എന്ന തരത്തിലാണ് ഏഷ്യാനെറ്റിന്റെ പ്രോമോയുള്ളത്. ജാസ്മിൻ ഏറെ വൈകാരികമായി പെരുമാറുന്നതും പ്രൊമോയിൽ നമുക്ക് കാണാവുന്നതാണ്. അതേസമയം തന്നെ പ്രോമോ കണ്ട് ഒന്നും ഉറപ്പിക്കാനാവില്ലെന്ന തരത്തിലുള്ള പ്രതികരണവും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്. ഗബ്രിയെ പിന്തുണച്ചുകൊണ്ടും ചിലർ മുന്നോട്ട് വന്നിട്ടുണ്ട്. സീസൺ 6 ഏറ്റവും കൂടുതൽ ടാസ്ക് വിന്നറായ മത്സരാർത്ഥി ഗബ്രി ആയിരിക്കും. അതും പോരാതെ സീസണിലെ ഏറ്റവും ടോപ്പ് കണ്ടന്റ് മേക്കറിൽ ഒരാൾ തന്നെയാണ് ഗബ്രി. ഇന്നത്തെ 4 പേരെ വെച്ചുള്ള ജയിൽ ടാസ്കിൽ ജിൻഡോയെ പോലത്തെ ഒരു ടീംമേറ്റിനെ എല്ലാവരും കൂടി തലയിൽ വെച്ചു കൊടുത്തിട്ടും സിജോയെയും അഭിഷേകിനെയും ടാസ്കിൽ തൂക്കിയിട്ടുണ്ട്. ലൈവ് കണ്ടവർക്കറിയാം, ഇന്ന് ഗബ്രിക്ക് പകരം വേറെ ആരേലുമാണ് ജിൻഡോയുടെ ടീംമേറ്റ് ആയിരുന്നെങ്കിൽ ജിൻഡോ ഇന്ന് ജയിലിൽ കിടന്നേനെ. എണ്ണിയാൽ ഒടുങ്ങാത്ത വാഴകൾ ഇപ്പോഴും അകത്തുള്ളപ്പോൾ ഇവൻ എവിക്റ്റ് ആയി പോയാൽ ബിഗ് ബോസ് കണ്ട ഏറ്റവും വലിയ അൺഫെയർ എവിക്ഷൻ ആയിരിക്കും ഇത്. ഒരു പ്രേക്ഷകൻ കുറിക്കുന്ന വാക്കുകളാണിത്. ഗബ്രി തന്റെ 100%-ൽ 101% കൊടുക്കുന്ന വ്യക്തിയാണെന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം. അംഗീകരിക്കേണ്ട കാര്യങ്ങൾ ചിലരെ ഇഷ്ടമല്ലെങ്കിൽ കൂടി നാം അംഗീകരിക്കണമെന്നേ പറയാനുള്ളൂ. ജാസ്മിനെ പോലെ ടാസ്കുകളിൽ ഇന്നേ വരെ ഗബ്രി ആരോടും പക്ഷപാതം കാണിച്ചതായി നോക്കിയാൽ കാണാൻ കഴിയില്ല. വാഗ്വാദങ്ങളിലായാൽ പോലും ഹൗസ്മേറ്റ് ചുറ്റിനും നിന്നാൽ കൂടിയും അവരോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് തന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഗബ്രിയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ്. ചില വാഴകളെ അകത്തു നിർത്തിയിട്ട് ഇദ്ദേഹം പുറത്താവുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് വലിയ നഷ്ടം തന്നെ ആയിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. അതേസമയം പ്രേക്ഷകരുമായി ഒട്ടും കണക്റ്റ് ആവാത്ത മത്സരാർത്ഥിയാണ് ഗബ്രി എന്നാണ് മറ്റൊരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. ഗബ്രി ഒരു പെർഫെക്റ്റ് ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഗെയിം പ്ലാനിംഗ്, ടാസ്ക് ചൊറിയൽ ഒക്കെ ഒന്നാന്തരമായി ചെയ്യുന്ന ആളുമാണ് ഗബ്രി. ഒരു ഇമേജിനെയും ഭയക്കാതെ ഇറങ്ങി കളിക്കുന്നു. ഹൗസ് ലാലേട്ടൻ ഒക്കെ എതിരെ നിന്നാലും ഒരു കുലുക്കവുമില്ലാതെ മുന്നോട്ടു പോകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഷോ തുടങ്ങി ഉടനെ തന്നെ തുടങ്ങിയ ജാസ്മിനുമായുള്ള സിറ്റുവേഷൻഷിപ്പ്, പവർ ടീമിൽ കയറുള്ള രാജാവുകളി എല്ലാം വൻ നെഗറ്റീവായി. ജാസ്മിനുമായുള്ള റിലേഷനിൽ പോകെ പോകെ ഗബ്രി ടോക്സിക് ഫീലിംഗ് ആണ് തന്നത്. ജാസ്മിനെ അപേക്ഷിച്ച് പുറത്തെ കാര്യങ്ങളെ പറ്റി ഗബ്രി ലീസ്റ്റ് കൺസേൺഡ് ആണ്. ഒരുപക്ഷെ വൈൽഡ് കാർഡായാണ് ഈ സീസണിൽ കയറിയതെങ്കിൽ ബിഗ് ബോസ് കണ്ട മികച്ച മത്സരാർത്ഥിയായേനെ ഗബ്രി. മറ്റൊരു തരത്തിൽ ഗെയിം തിരിച്ചനേയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ഇന്ന് മോഹൻലാൽ വന്നതോടുകൂടി ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ഗെയിമുകളും തകിടം മറിഞ്ഞിരിക്കുകയാണ്. എന്നേക്കുമായി നമ്മുടെ ഗബ്രി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു. എന്നാൽ ഇനി നമുക്ക് ജാസ്മിന്റെ കളികൾ നേരിട്ട് കാണാവുന്നതാണ്. എല്ലാവരും പുതിയ ബിഗ് ബോസ് വാർത്തകൾക്കായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.